ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജാനകി ഒരുപാട് തവണ ഇങ്ങനെ അനിയെ ഫോണിൽ വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കിട്ടാത്തതിന് ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുവാണ്. അന്നേരം അച്ഛൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും അനിയെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ, അവനെ എന്ത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട് അവനെ വല്ല ബിസിനസ് ആവശ്യത്തിന് പോയതായിരിക്കും. അന്നേരം ജാനകി അത് വിശ്വസിക്കുന്നില്ല. ജാനകി പറയും, അങ്ങനെയാണെങ്കിൽ ആദർശെങ്കിലും അറിയണ്ടേ, പോയ കാര്യം നിങ്ങൾ അറിയണ്ടേ, അതൊന്നും അല്ല സംഭവം. അവനെ ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഇല്ലായിരുന്നു. ഞാൻ വിളിച്ച എപ്പോഴാണെങ്കിലും അവൻ ഫോൺ എടുക്കുമായിരുന്നു. ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല, ഇനിയിപ്പോൾ അവളുടെ കൂടെ കറങ്ങാൻ പോയതാണ് എന്ന് ആർക്കറിയാം, നന്ദുവിൻ്റെ കൂടെ എന്നിങ്ങനെ പറയും. അന്നേരം ഇത് കേൾക്കുന്ന അച്ഛന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അച്ഛൻ പറയാണ്, എങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ ആ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുക. അന്നേരം നിനക്കറിയാലോ അവനെ അവിടെ ഉണ്ടോ എന്നറിയാമല്ലോ, എങ്ങനെയെങ്കിലും പറയും. നേരെ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന അനാമിക മനസ്സിലിങ്ങനെ ഓർക്കുകയാണ്, അത് തന്നെ വേണ്ടത്, അവൻ അവിടെ ഉണ്ടോ എന്നൊന്ന് അറിയട്ടെ എന്ന്. അന്നേരം അനാമിക അവിടെ നിന്ന് അങ്ങനെ പോയി കഴിയുമ്പോഴേക്ക് ജാനകി പറയാണ്, നമുക്കൊരു പേരക്കുട്ടിയില്ല, എത്രയും പെട്ടെന്ന് ഒരു പേരക്കുട്ടി ഉണ്ടാവണം, അങ്ങനെയാകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് പറയാം. അന്നേരം ആശയം പറയുന്നുണ്ട്, അങ്ങനെ ഉടനെ ഒരു കുട്ടി ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല, അവരുടെ ജീവിതം ഇനിയും നേരാവണ്ണം ആയിട്ടില്ല, അവർ ഒരുമിച്ച് മുന്നോട്ട് പോകുമോ എന്ന് അറിഞ്ഞതിന് ശേഷം ഒരു കുട്ടി ഉണ്ടായാൽ മതി എന്ന് പറയുമ്പോഴേക്കും ജാനകി ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അതെന്തിനാണ് നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത്, ആബിക്കൊരു കുട്ടിയുണ്ട്, അതുപോലെ ആദർശനും ഇപ്പോൾ ഒരു കുട്ടിയുണ്ട്, നമുക്കാണ് ഒരു പേർക്കുട്ടിയൊന്നും ഇല്ലാത്തത്. അങ്ങനെ മറ്റുള്ളവരുടെ കുട്ടികളെ എങ്ങനെ സ്നേഹിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും അജയൻ ചോദിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ കുട്ടികളോ, ഈ കുടുംബത്തിലെ തന്നെ കുട്ടികളല്ലേ അതെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും ഞാൻ കരുതിയിട്ടില്ല, ആ ചന്തുമോൾ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതല്ലേ, അതിനെ ഒന്ന് സ്നേഹിക്കാനായിട്ട് എനിക്ക് പറ്റില്ല, എനിക്ക് എന്താണെങ്കിലും എൻ്റെ സ്വന്തം പേർക്കുട്ടിയെ തന്നെ സ്നേഹിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ നന്ദുവിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. നന്ദു ആകെ ടെൻഷനിലാണ്, അനിയെ ഇങ്ങനെ കാണാത്തത് കൊണ്ട് പല സ്ഥലങ്ങളിലും ഇങ്ങനെ അന്വേഷിച്ചിട്ട് ഒന്നും കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. അന്നേരം ആകെ ടെൻഷൻ ആകുന്നുണ്ട് കേട്ടോ. അന്നേരം അവിടെ എസിയോട് ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വളരെ മോശമായിട്ടാണ് പെരുമാറിയത്, അത് അവന് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്, മനസ്സിന് തീരെ കട്ടിയില്ലാത്ത ഒരുത്തനാണ്, അതുകൊണ്ട് എന്തൊക്കെ ചെയ്യുമെന്ന് അറിയാനായിട്ട് പാടില്ല, അതുകൊണ്ടല്ലേ അന്ന് നമ്മൾ ചെക്കിങ് നടത്തിക്കൊണ്ടിരുന്നപ്പോഴേക്കും മദ്യപിക്കില്ലാത്തവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ വരാൻ വേണ്ടി മാത്രം മദ്യപിച്ചിട്ട് വന്നത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, എനിക്ക് ആകെ വിഷമമാവുകയാണ്, ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അങ്ങേരോട് ഇങ്ങനെ സങ്കടം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരും. അന്നേരം ഇത് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നു കഴിയുമ്പോഴേക്കും വേണു അവിടെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അനാമിക പറഞ്ഞതുകൊണ്ട് വേണു ഇങ്ങനെ നന്ദുവിനെ ഒന്ന് സ്റ്റേഷനിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. ഏതായാലും നന്ദു പോലീസ് ജീപ്പിൽ ഇങ്ങനെ കയറി പോണ കണ്ടപ്പോഴേക്കും അവിടെ നന്ദു ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ അതുകൊണ്ട് അത് അനാമിക ഇങ്ങനെ വിളിച്ച് അറിയിക്കുകയാണ്, മോളെ നന്ദു ഇവിടെ ഉണ്ട്, അവന് കറങ്ങാനായിട്ട് പോയേക്കുന്നതാണ്, അവളുടെ കൂടെ അല്ല എന്നിങ്ങനെ പറയും. അന്നേരം അനാമിക പറയാണ്, എങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, നന്ദു അല്ലാതെ വേറെ ആരുടെ കൂടെ അവന് കറങ്ങാനായിട്ട് പോയാൽ എനിക്കൊരു പ്രശ്നവും ഇല്ല, അത് അത്രയൊന്നും എനിക്ക് അറിഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേണു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവനെ കാണാതാവുകയോ മരിച്ചു പോവുകയോ ഒക്കെ ചെയ്താലും മോള് പേടിക്കുകയൊന്നും വേണ്ട, മോളൊരു വിധവ എന്നുള്ള രീതിയിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ അവകാശങ്ങളും ആ വീട്ടിൽ കിട്ടും, അതുകൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അനാമിക പറയാണ്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, അവൻ എവിടെയെങ്കിലും പോയി തൂങ്ങി ചത്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാണ് അനാമിക പറയുന്നത്. ഈ സമയം ഗോവിന്ദനും കനക ഇങ്ങനെ നന്ദുവിനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. രാത്രിയായിട്ട് നന്ദു വന്നില്ല. അന്നേരം ഇങ്ങനെ ഗോവിന്ദൻ ഇങ്ങനെ പറയും, ഈശ്വര മോളെ കണ്ടില്ലല്ലോ, എന്താ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അതൊന്നും ഓർത്ത് ഗോവിന്ദേട്ടൻ ടെൻഷൻ ആകണ്ട, അവളൊരു SI അല്ലേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് കാണും, ഇനിയിപ്പോൾ വീട്ടിലോട്ട് വന്നാലും ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാകും, അന്നേരം തന്നെ അവൾ ഇറങ്ങി പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നന്ദു അങ്ങോട്ട് വരുവേ. അന്നേരം എന്താ മോള് താമസിച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ഇന്ന് അനി പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ നടന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, അതിനുശേഷം അവനെ കാണാനില്ല, നയനേച്ചി വിളിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അവനെ കാണാനില്ല എന്നുള്ള വിവരം. സൈബർ സെല്ലിൽ വരെ ഞാൻ വിളിച്ചറിയിച്ച് ഞങ്ങൾ കുറേ അന്വേഷണമൊക്കെ നടത്തി, എന്നിട്ട് അവനെ എവിടെയാണ് എന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ നന്ദു ഇങ്ങനെ പറയുമ്പോഴേക്കും ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, ഈശ്വര മനസ്സിന് കട്ടിയില്ലാത്ത പയ്യനാ, മോള് പറഞ്ഞത് സഹിക്കാൻ മേലാതെ അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നിങ്ങനെ പറയുക. അന്നേരം നന്ദു കനകയോടായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ എന്നെ തല്ലിയതുകൊണ്ടാണ് അതിൻ്റെ ദേഷ്യം മൊത്തം ഞാൻ അവൻ്റെ മേൽ തീർത്തത്, അവൻ എന്തെങ്കിലും ഇതിൻ്റെ പേരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഒരിക്കലും സഹിക്കാനായിട്ട് പറ്റത്തില്ല, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കായിരിക്കും, അതിൻ്റെ ശാപം അതിൻ്റെ ബുദ്ധിമുട്ടും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ ജന്മം പോയാലും എന്നൊക്കെ മാറത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമിച്ച് നന്ദു അങ്ങ് അകത്ത് ഇങ്ങനെ പോവാണ് കേട്ടോ. അന്നേരം നന്ദു അകത്തോട്ട് ഇങ്ങനെ കയറി പോയി കഴിയുമ്പോഴേക്ക് ആകെ ടെൻഷൻ ആകുന്നുണ്ട് കനക ഗോവിന്ദനോട് പറയാണ്, ആ ജ്യോത്സ്യം പറഞ്ഞ പോലെയുള്ള
കാര്യങ്ങളെല്ലാം സംഭവിക്കുകയാണ്, എനിക്ക് പേടിയാവുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദൻ ചോദിക്കും, അതിനിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? അനിയെ കാണാനില്ല എന്നല്ലേ പറഞ്ഞത്? അവനെക്കുറിച്ച് അന്വേഷിച്ച് കഴിയുമ്പോഴേക്കും കണ്ടെത്തുമായിരിക്കും, അങ്ങനെ വേറെ പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും കനക പറയുന്നുണ്ട്, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, അനി ഇപ്പോൾ തിരിച്ചു വരികയാണെങ്കിൽ തന്നെ ഇനി അനിയോട് വളരെ മോശമായിട്ട് പെരുമാറാനോ എന്നെ കാണാൻ വരരുത് എന്ന് അറിയിക്കാനോ ഒന്നും പറ്റില്ല നന്ദൂന്. അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകുമല്ലോ. അങ്ങനെ ഒരു അവസ്ഥ വന്നു എന്നത്തേക്കും അനി വീട്ടുകാരും ആ രീതിയിൽ ഒരു അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അനാമികയായിട്ട് ഡിവോഴ്സും നടക്കുകയാണെങ്കിൽ അവരെല്ലാവരും കൂടി നന്ദുവിനെ അനന്തപുരിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അനിയുടെ മുത്തശ്ശൻ അങ്ങനെ ഒരു ആലോചന മുന്നോട്ട് വെക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അനന്തപുരിയിലേക്ക് നന്ദുവിനെ വിടാനായിട്ട് ഏതായാലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ കനക പറയുകയാണ് കേട്ടോ. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ, അതോർത്ത് നീ ടെൻഷൻ ആകുമൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. ഈ സമയം ജാനകിയും അനിയും വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അജയൻ വരും. അന്നേരം അജയനോട് ഈ കാര്യം പറയുമ്പോഴേക്കും അവൻ പുറത്ത് എവിടെയെങ്കിലും കാണും, കൂട്ടുകാരുടെ കൂടെ എവിടെയെങ്കിലുമൊക്കെ കാണും, അവൻ ഇങ്ങോട്ട് വന്നോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം ജാനകിക്ക് ആകെ ടെൻഷനായി, ഈശ്വര ഇങ്ങനെ അവൻ ഫോൺ എടുക്കാതെ ഇരുന്നിട്ടൊന്നുമില്ല, ഇങ്ങനെ മാറി നിന്നിട്ടുമില്ല, എനിക്ക് പേടിയാവുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും അജയൻ പറയുന്നുണ്ട്, അതെങ്ങനെയാ? അവനെ ഈ വീട്ടിലോട്ട് വന്നാൽ മനസ്സമാധാനമുണ്ടോ? അവൻ എപ്പോഴും പറയാറുണ്ട് ഈ വീട്ടിലോട്ട് വരാൻ പോലും അവന് തോന്നുന്നില്ല എന്ന്. അങ്ങനെയല്ലേ നിൻ്റെ മരുമകൾ അവനോട് പെരുമാറുന്നത്? അപ്പോൾ പിന്നെ ആരെ എങ്ങനെ തെറ്റ് പറയാനായിട്ട് പറ്റുന്നത് എന്ന് പറയും. അന്നേരം ജാനകി പറയുന്നുണ്ട്, അവനെ തന്നെ, അവൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അവൻ ആ നന്ദുവിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ടല്ലേ അനാമിക മോൾ ഇങ്ങനെ അങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ചോദിക്കും. അന്നേരം അജയൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, നീ എപ്പോഴും പറയാറുണ്ട് നയന മോളും നന്ദു അവരുടെ വീട്ടുകാരും ഒക്കെ അഴിഞ്ഞാട്ടക്കാരാണ്, ചീത്ത ആൾക്കാരാണെന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. എങ്കിൽ ആ പ്രയോഗങ്ങളെല്ലാം നന്നായിട്ട് ചേരുന്നത് നിൻ്റെ മരുമകൾക്കാണ്. കാരണം അവൾ പുറത്തിറങ്ങി അഴിഞ്ഞാട് നടക്കുകയാണ്. എനിക്കിപ്പോൾ എൻ്റെ മരുമകളാണ് അവളെന്ന് പറയാൻ പോലും നാണക്കേടാണ് എന്നൊക്കെ പറയുമ്പോഴും ജാനകി അനിയാണ് കേട്ടോ കുറ്റപ്പെടുത്തുന്നത്. അവൻ അങ്ങനെ നടക്കുന്നത് കൊണ്ടല്ലേ അനാമിക മോൾ അങ്ങനെ ചെയ്തത് എന്ന് പറയുന്ന രാജയൻ ചോദിക്കും, സ്വന്തം ഭർത്താവ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി സ്നേഹിച്ച് കൂടെ കൊണ്ട് നടക്കേണ്ടവരാണ് ചെയ്യേണ്ടത്, അല്ലാതെ അതേ തെറ്റ് ഞാനും ചെയ്യുമെന്നിങ്ങനെ പറഞ്ഞ് ചാടി പുറപ്പെട്ടിങ്ങനെ ഇറങ്ങുമല്ല ചെയ്യേണ്ടത്. ഇതൊന്നും പറഞ്ഞ് നിനക്ക് മനസ്സിലാകില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മരുമകളെ കുറ്റം പറയാനും അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് ഞാൻ അനുവദിക്കത്തില്ല. എൻ്റെ മകൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, അതുകൊണ്ടാണല്ലോ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയും. അന്നേരം അവരിങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയം അനാമിക നാളെ ഒരു സിനിമയൊക്കെ കാണാനായിട്ട് ഇങ്ങനെ പോകാനായിട്ട് ഇങ്ങനെ കറങ്ങാൻ പോകാനുള്ള പ്ലാനൊക്കെ ഇങ്ങനെ പുതിയ കാമുകനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതിനുള്ള തയ്യാറെടുപ്പൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് നാളെ സിനിമയ്ക്ക് പോകണം, അത് കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിൽ പോകണം, കറങ്ങി വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരികയുള്ളൂ, എൻ്റെ വീട്ടിൽ പോകുവാണ് എന്നിങ്ങനെ പറഞ്ഞ് ഇവിടുന്ന് ചാട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജാനകി വരുന്നത്. എന്നിട്ട് മോൾ ആരെയും വിളിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കും. അന്നേരം ജാനകി വരുന്ന കാണുമ്പോഴേക്കും ഫോൺ കട്ട് ചെയ്യും കേട്ടോ. അന്നേരം ഞാൻ എൻ്റെ അമ്മയെ വിളിക്കുകയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അനി വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, മോൾ വിളിച്ച് നോക്കിയായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ വിളിച്ചൊന്നുമില്ല, ഞാൻ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ വിളിച്ചാൽ അവൻ ഫോണൊന്നും എടുക്കില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ വിളിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ജാനകി പറയുന്നുണ്ട്, ഇത്രയും നേരം ഞാൻ അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവൻ ഫോൺ എടുത്തില്ല, എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയില്ല, എനിക്ക് ആകെ ടെൻഷനാകുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, അത് ഓർത്ത് അമ്മ വിഷമിക്കേണ്ട, അവൻ മിക്കവാറും ആ നന്ദുവിൻ്റെ കൂടെ കാണും, നന്ദുവിൻ്റെ ഡ്യൂട്ടിയൊക്കെ സമയമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരോട് ഇങ്ങനെ കറങ്ങാൻ പോയതായിരിക്കും, അതുകൊണ്ട് അതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപാട് കാലമൊന്നും ഞാനിവിടെ കാണില്ല, മിക്കവാറും ഡിവോഴ്സിലേക്ക് തന്നെ എത്തുമെന്നിങ്ങനെ പറയുമ്പോഴേക്ക് ജാനകി, അയ്യോ എൻ്റെ പൊന്നു മോളല്ലേ, മോൾ അങ്ങനെ ഒന്ന് ചിന്തിക്കരുത്, മോൾ കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കുക, എല്ലാം ശരിയാകും, അമ്മ ശരിയാക്കി തരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അനാമിക ഇതൊന്നും മൈൻഡ് ചെയ്യുന്നതേ ഇല്ല, അനാമികയ്ക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഏതായാലും ജാനകി പോയതിന് ശേഷം അനാമിക വേണുവിനെ വിളിച്ച് പറയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പരിസരത്തൊക്കെ ഒന്ന് പോയി കറങ്ങണം, അതുപോലെ നന്ദുവിൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ ഒന്ന് പോയി കറങ്ങണം, അനി അവിടെ എങ്ങാനും ഉണ്ടോ എന്നറിയാൻ വേണ്ടി. അന്നേരം ഈ കാര്യങ്ങൾ രേവതിയോട് പറയുമ്പോഴേക്കും രേവതി ചോദിക്കും, ഈ രാത്രി പോകേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ പുറത്തിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആ നന്ദുവിൻ്റെ കൂട്ടുകാരൻ്റെ ഫ്രണ്ടിലാണ് പോയി ചാടുന്നതെങ്കിൽ പിന്നെ അടി കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും രണ്ടടി കിട്ടിയാലും വേണ്ടില്ല, മോള് പറഞ്ഞതല്ലേ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്നിങ്ങനെ പറഞ്ഞ് അങ്ങേരിങ്ങനെ അന്വേഷിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഈ സമയം അനന്തപുരിയിൽ അവിടെ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ടെൻഷനിലാണ്, മാറി മാറി ഇങ്ങനെ അനയെ വിളിച്ച് നോക്കുന്നുണ്ട്, എന്നിട്ട് കിട്ടുന്നില്ല. അന്നേരം അജയൻ പറയുന്നുണ്ട്, അവൻ്റെ ജീവിതം ഇങ്ങനെയായി പോയി, അവൻ ആഗ്രഹിക്കാത്തൊരു ജീവിതമായിരുന്നു ഇത്, അതിൻ്റെ പ്രതിഷേധമാണ് അവനിങ്ങനെ കാണിക്കുന്നത് എന്നിങ്ങനെ അജയൻ പറയും. അന്നേരം ദേവേനി അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ദേവേനി, എനിക്ക് ആകെ ടെൻഷനാകും ഈശ്വര, അവനെ ഒന്നും കിട്ടുന്നില്ലല്ലോ, അവനാകെ മനസ്സമാധാനം ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അവൻ്റെ ജീവിതം ഇങ്ങനെയായി പോയില്ല എന്നൊക്കെ ഇങ്ങനെ വിഷമം ഇങ്ങനെ പറയുക. അന്നേരം അജയൻ പറയുന്നുണ്ട്, അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അവൻ തന്നെയല്ലേ എന്നിങ്ങനെ പറയുക. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അവൻ കൂട്ടിക്കൊണ്ട് വന്നതൊന്നുമല്ല, അവൻ പലപ്പോഴും ആ
ആ കല്യാണം മുന്നോട്ട് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവൻ അതിന് താല്പര്യമില്ല എന്ന്. നമ്മളാണ് ബലം പ്രയോഗിച്ച് അവനെ വിവാഹം കഴിപ്പിച്ചത് എന്നിങ്ങനെ പറയുക. അന്നേരം അജയൻ പറയും, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയത്തില്ലായിരുന്നല്ലോ, അറിയാവുന്നവരൊന്നും തുറന്ന് പറഞ്ഞുമില്ല, മോൾക്കറിയാവുന്നതായിരുന്നല്ലോ എനിക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമില്ല എന്നും നന്ദുവിനോടാണ് താല്പര്യം എന്നും, എന്നിട്ട് മോളും പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, നന്ദു ഇങ്ങോട്ട് വരുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അന്നേരം ആകെ ഇങ്ങനെ വിഷമമാകുന്നുണ്ട് ജയനും അതുപോലെ തന്നെ ദേവയാനിക്കും എല്ലാവർക്കും. അന്നേരം ജയൻ പറയുന്നുണ്ട്, എത്രയെത്ര നല്ല ആലോചനകൾ വരേണ്ടതായിരുന്നു, എത്ര ഒക്കെ നല്ല പെൺകുട്ടികൾ ഉണ്ടായിരുന്നതായിരുന്നു, എന്നിട്ട് അവൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നത് ഇതുപോലൊരു രാക്ഷസിയായി പോയല്ലോ എന്നിങ്ങനെ ജയൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ആദർശ് ഇങ്ങനെ നന്ദുവിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അതിനെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന്. അന്നേരം വിവരമൊന്നും കിട്ടിയില്ല, ഞാൻ എല്ലാ രീതിയിലും അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ അറിയിക്കുക എന്ന് പറയുന്നു. ഏതായാലും അവരുടെ സങ്കടങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുന്നവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നാളെ അനിയെ കണ്ടു കിട്ടുമല്ലോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ.